ഡിസ്ട്രിബ്യൂഷനെ രണ്ടായിട്ട് തിരിക്കുന്നു. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും x1, x2, x3 എക്സെട്ര. പ്രോബബിലിറ്റി p1, p2, p3 എക്സെട്ര. എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്? സമ്മേഷൻ ഓവർ n pn ഈക്വൽ ടു 1. സമ്മേഷൻ ഓവർ ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ f of x എന്ന് ഡിഫൈൻ ചെയ്യും. ദെൻ ഇന്റഗ്രൽ. ഡിസ്ക്രീറ്റിൽ സമ്മേഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ -∞ ടു +∞. ഇത് നമ്മൾ ഫുൾ ലിമിറ്റ് എടുത്തതാണ്. ക്വസ്റ്റ്യനിൽ എന്ത് ലിമിറ്റ് തരുന്നോ ആ ലിമിറ്റ് എടുക്കണം. -∞ ടു +∞ f of x dx ഈക്വൽ ടു 1. ഇതാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നമ്മൾ രണ്ടിലും ആവറേജ് വാല്യൂസ് പറഞ്ഞു. Average value or mean value or expected value, which is equal to summation over n xn pn. Continuous distribution ആണെങ്കിൽ average value, expected value അല്ലെങ്കിൽ mean value എന്ന് പറയുന്നത് integral x f of x. Average value. Then നമ്മൾ പറഞ്ഞത് variance. Variance sigma square, which is equal to summation over n deviation from mean value xn minus mu whole square pn. ഇതാണ് variance. Deviation from mean value xn minus mu whole square pn. Continuous distribution ആണെങ്കിൽ variance എന്ന് പറയുന്നത് sigma square integral xn minus mu whole square f of x dx. ആകെ ഇതേ വേരിയേഷൻ ഡിഫറൻസ് വരും. ഡിസ്ക്രീറ്റിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ p1, p2, p3 ആണ്. കണ്ടിന്യൂസിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് f of x dx ആണ്. ദെൻ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻ x സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ x ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ x സ്ക്വയർ എന്തായിരുന്നു? സമ്മേഷൻ. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സമ്മേഷൻ ഓവർ n x സ്ക്വയർ pn, xn സ്ക്വയർ pn. എക്സ്പെക്ടേഷൻ x ഓ സമ്മേഷൻ ഓവർ n xpn, xn pn. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ x സ്ക്വയർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ xn സ്ക്വയർ f of x dx. ഇവിടെ xn സ്ക്വയർ ഇവിടെ xn ഇടില്ല, കാരണം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. x1, x2, x3 എന്ന് പറഞ്ഞൊരു വാല്യൂസ് ഉണ്ടാവില്ല. നമ്മൾ ഇന്റഗ്രൽ x സ്ക്വയർ f of x dx. എക്സ്പെക്ടേഷൻ x ആണെങ്കിലോ ഇന്റഗ്രൽ x f of x dx. ഓക്കെ, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഓരോ പ്രോബ്ലം വെച്ച് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുക ഒരു റാൻഡം എക്സ്പെരിമെന്റ് conditions for binomial distribution. Conditions. First condition,
An experiment is repeated n number of times. An experiment is repeated n number of times and L should be finite. N should be finite. അടുത്തത് there are only two possible results. There are only two possible results. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, യെസ് വരാനുള്ള പ്രോബിലിറ്റി 1/2, നോ വരാനുള്ള പ്രോബിലിറ്റി 1/2. കറക്റ്റ് പ്രോബിലിറ്റി ആണെന്നൊന്നുമില്ല. നമുക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയസിന്റെ പ്രോബ്ലത്തിൽ 6 ഔട്ട്കം ഉണ്ട്, 6 റിസൾട്ട് ഉണ്ട്. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 2 റിസൾട്ടേ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഡയസിന്റെ പ്രോബ്ലം ചെയ്യുന്നത് 6 കിട്ടാൻ വേണ്ടിയാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6ഉം 6 കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 5/6ഉം ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ 2 റിസൾട്ടേ ഉള്ളൂ, 6 കിട്ടുക അല്ലെങ്കിൽ 6 കിട്ടാതിരിക്കുക. ഇപ്പൊ 2 പ്രോബിലിറ്റി ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 പ്രോബിലിറ്റിയെ പാടാവുള്ളൂ, ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അങ്ങനത്തെ പ്രോബ്ലംസിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. ഡയസിന്റെ കേസിൽ വെറുതെ ഒരു ഡയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 6 റിസൾട്ട് ഉണ്ട്, അത് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഡയസിന്റെ പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്യും 5 കിട്ടാനുള്ള പ്രോബിലിറ്റി. 5 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്, കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 5/6 ആണ്. അവിടെ 2 റിസൾട്ടേ ഉള്ളൂ, 5 കിട്ടുക അല്ലെങ്കിൽ 5 കിട്ടാതിരിക്കുക. അങ്ങനത്തെ കണ്ടീഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. All trials are independent of each other. ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. All trials are independent of each other. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ആണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണോ മനസ്സിലാവും. ലെറ്റ് ഇതിന്റെ ബാക്കിയാണ്. കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ, 3 കണ്ടീഷൻസ്. n നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യും, ബട്ട് n ഫൈനൈറ്റ് ആയിരിക്കണം. n ഇൻഫൈനൈറ്റ് ആയി പോയാൽ ആ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺസ് ആയി പോകും. പിന്നെ 2 റിസൾട്ടേ പാടുള്ളൂ. ആ റിസൾട്ട് പറഞ്ഞ് മനസ്സിലായല്ലോ. വേണമെങ്കിൽ ഇവിടെ എക്സാമ്പിൾ പോലെ യെസ് ഓർ നോ വേണ്ട, 2 റിസൾട്ടേ പാടുള്ളൂ. സക്സസ് ഓർ ഫെയിലിയർ, യെസ് ഓർ നോ, അങ്ങനെ 2 റിസൾട്ട്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഓൾ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. Then binomial distribution equation പറയുകയാണ് let a random experiment is repeated n number of times. The probability that A will occur R times is, let a random experiment is repeated n number of times. The probability that A will occur n number of times. P of R equal to NCR P power R Q power n minus R. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ റിസൾട്ട്. P of R equal to NCR
p power r q power n minus r, where n number of trials, n ഫൈനൈറ്റ് ആയിരിക്കും, n ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺസ് ആവും. r number of times in favor. ഇവിടെ എ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പം ഒരു മിനിറ്റ്, ഓക്കെ, ആറ് എന്ന് പറയുന്നത് എ എത്ര തവണ കിട്ടി എന്നുള്ള പ്രോബബിലിറ്റി ആയിരിക്കും. എ എത്ര തവണ കിട്ടി എന്നായിരിക്കും ആറ് പറയുക. എന്നിൽ നമ്മൾ n ടൈംസ് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. ആർ എന്ന് പറയുന്നത് അതിൽ r ടൈംസ് നമുക്ക് എ കിട്ടി, അതാണ് ആറ്, നമ്പർ ഓഫ് ടൈംസ് ഇൻ ഫേവർ. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ, probability of getting A. Q എന്ന് പറയുന്നത് 1 minus P. ബ്രാക്കറ്റിൽ എഴുതാൻ വേണമെങ്കിൽ probability of not A. Probability of not A, not getting A. ഇവിടെ രണ്ട് റിസൾട്ടേ ഉള്ളൂ, എ കിട്ടുക എ കിട്ടാതിരിക്കുക, രണ്ട് പ്രോബബിലിറ്റി ഉള്ളൂ, പിയും ക്യൂവും. പി പ്ലസ് ക്യൂ എപ്പോഴും 1 ആയിരിക്കണം, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം. എഴുതണ്ട, ആണെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതിക്കോ, ഹിയർ we have only 2 probabilities. Two results. Getting A or not. A കിട്ടുക എ കിട്ടാതിരിക്കുക. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ആണ് P, or probability in favor. Probability of not obtaining A, Q. ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് P equal to P plus Q ആണ് ടോട്ടൽ പ്രോബിലിറ്റി. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. Then Q equal to 1 minus P എന്ന് പറയാൻ വേണ്ടിയാണ് എഴുതിയത്. ക്ലിയർ ആണോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത് n ഫൈനൈറ്റ് ആയിരിക്കണം, രണ്ട് റിസൾട്ടേ പാടുള്ളൂ. Then binomial distribution is given by P equal to NCR, P power R, Q power n minus R. Then ഇവിടെ നമുക്ക് മീൻ പറയണം, വേരിയൻസ് ഒക്കെ പറയണം, വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറയണം. ഇവിടെ മീൻ എന്ന് പറയുന്നത് റെപ്രസെന്റഡ് ബൈ മ്യൂ, എല്ലാ കേസിലും നമ്മൾ മ്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആണ്, ഫൈനൈറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ, ഒന്നത് ചെറിയൊരു നമ്പർ ആയിരിക്കില്ല, വലിയൊരു നമ്പർ ആയിരിക്കും. ദെൻ മീൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തപ്പോൾ അതൊക്കെ ഫൈനൈറ്റ് വാല്യൂസ് ആണെങ്കിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പർ. ഈ കേസിൽ മീൻ എടുക്കുന്നത് NP ആണ്.
NP, മീൻ mu ഈക്വൽ ടു NP. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, P എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഓർ പ്രോബബിലിറ്റി ഇൻ ഫേവർ. ഇതാണ് മീൻ. നമ്പർ ഓഫ് ട്രയൽസ്, പ്രോബബിലിറ്റി ഇൻ ഫേവർ, ഇതാണ് മീൻ. ഇവിടെ മറ്റേ ഇതിട്ട് ചെയ്തല്ലേ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ N എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും, ബട്ട് നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് കുറെ ഉണ്ടാവും. ചിലപ്പോൾ 100 ഉണ്ടാവും, ചിലപ്പോൾ 200 ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫൈനൈറ്റ് ആയിരിക്കും, ബട്ട് കുറെ വാല്യൂസ് ഉണ്ടാവും. ഇപ്പൊ 100ഉം 200ഉം ഇല്ലെങ്കിലും ഒരു 25 വാല്യൂസ് തന്നെ വന്നാൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത രീതിയിൽ മീൻ കണ്ടെത്താൻ പോയാൽ നല്ല പാടായിരിക്കും. ദെൻ ഇവിടെ നമ്മൾ മീൻ എന്ന് പറയുന്നത് NP ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു NPQ. ഇത്രേ ഉള്ളൂ. NPQ. N നമ്പർ ഓഫ് ട്രയൽസ്, P പ്രോബബിലിറ്റി ഇൻ ഫേവർ, Q എന്താ പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി നോട്ട് ഇൻ ഫേവർ, അല്ലെങ്കിൽ 1 - P. ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് ട്രയൽസ്, പ്രോബബിലിറ്റി ഇൻ ഫേവർ, probability not in favor. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ സിഗ്മ ഈക്വൽ ടു വേരിയൻസിന്റെ റൂട്ട്, സിഗ്മ സ്ക്വയറിന്റെ റൂട്ട് ഈക്വൽ ടു റൂട്ട് NPQ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. ഇന്ത്യൻ cricket captain went for toss 5 times. Every time he calls head. Every time he calls head. What is the probability that he wins 3 times? What is the probability that he wins 3 times? ഇതാണ് ചോദ്യം. ഫസ്റ്റ് ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. ഇവിടെ അവർ ചോദിച്ചേക്കുന്ന കണ്ടില്ലേ, ഹി വിൻസ് 3 times. ഇവിടെ 2 റിസൾട്ടേ ഉള്ളൂ, വിൻ ഓർ ലോസ്.
ഇവിടെ രണ്ട് റിസൾട്ടേ ഉള്ളൂ, വിൻ ഓർ ലോസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയണം. അതാണ് ഫസ്റ്റ് നമുക്ക് ടാസ്ക്. അത് അറിയാൻ ഇങ്ങനെ ഒരു വഴിയേ ഉള്ളൂ. ഹി വിൻസ് ഓർ ലോസ്, ഹി വിൻസ് ഓർ ലോസ്, അങ്ങനെ രണ്ട് റിസൾട്ടേ പാടുള്ളൂ. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ മിക്കവാറും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് വിൻ, അവിടെ രണ്ട് റിസൾട്ടേ ഉള്ളൂ, ജയിക്കുക അല്ലെങ്കിൽ തോക്കുക. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് NCR P പവർ R Q പവർ N മൈനസ് R. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, ഇവിടെ 5 ടൈംസ് എന്ന് തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് ടൈംസ് ഇൻ ഫേവർ, നമ്പർ ഓഫ് ടൈംസ് ഇൻ ഫേവർ. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് തവണ ജയിക്കാനുള്ള പ്രോബിലിറ്റി. ദെൻ നമ്പർ ഓഫ് ടൈംസ് ഇൻ ഫേവർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ. ഇവിടെ ഗെറ്റിംഗ് എ എന്ന് പറഞ്ഞാൽ ഹെഡ് ആണ്. ഗെറ്റിംഗ് എ എന്ന് പറഞ്ഞാൽ ഹെഡ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് 1/2. Q എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ, അതായത് ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്, അല്ലെങ്കിൽ 1 - P which is equal to 1 - 1/2 equal to 1/2. Then നമുക്ക് പ്രോബിലിറ്റി പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി പറയാം. P equal to 5C3 1/2 whole power 3 1/2 whole power 5 - 2 5 - 3. 5C3 എന്ത് കിട്ടും? 5 factorial by 5 into 4 divided by 2 factorial into 1/2 whole power 5 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേ 1/2 whole power 5 കിട്ടും. ടു പവർ 5 എത്രയാ? 2 power 3 8, 2 power 1 10/32 എന്ന് കിട്ടും, which is equal to 5/60. ഇതാണ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മളിവിടെ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കണം. ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കുറച്ച് തവണ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ എക്സ്പെരിമെന്റ് ഓരോ സമയത്തും രണ്ട് റിസൾട്ട് അത് നോക്കണ്ട. ദെൻ ഫൈനലി രണ്ട് റിസൾട്ടേ വരാൻ പാടുള്ളൂ. ഫൈനലി ആ റിസൾട്ട് എങ്ങനെയാ? വിൻ ഓർ ലോസ്. അതാണ് അവിടുത്തെ റിസൾട്ട്, വിൻ ഓർ ലോസ്. അത് 3 തവണ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് ചോദിക്കുന്നത്. രണ്ട് റിസൾട്ടേ വരാൻ പാടുള്ളൂ, വിൻ ഓർ ലോസ്, സക്സസ് ഓർ ഫെയിലിയർ. അങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, മനസ്സിലായേക്കും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. The probability of hitting a target is 1/4. The probability of hitting a target is 1/4. The target is shot for 10 times.
What is the probability of hitting 6 times? The probability of hitting a target is 1 by 4. The target is shot for 10 times. What is the probability of hitting 6 times? Question എന്തൊക്കെയാ തന്നേക്കുന്നത് നോക്കുക. n തന്നിട്ടുണ്ട്, 10 തവണ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. അതിൽ അവർ പറയുന്നുണ്ട് 6 തവണ ഇൻ ഫേവർ ആണെന്ന് പറയുന്നുണ്ട്. നമ്മളത് 3 എടുക്കുക. ദെൻ പ്രോബബിലിറ്റി ഇൻ ഫേവർ, ഫേവർ എന്ന് പറഞ്ഞാൽ ഹിറ്റ് ചെയ്യുക. പ്രോബബിലിറ്റി ഇൻ ഫേവർ എന്ന് പറയുന്നത് 1 by 4 തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാവുമോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളത്? The probability of hitting 6 times, hitting or not hitting, അവിടെ രണ്ട് റിസൾട്ടേ ഉള്ളൂ, ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ഹിറ്റ് ചെയ്യുക. 10ൽ 6 എണ്ണം ഫേവറബിളി വരണം. ദെൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 10c6 1 by 4 whole power 6 3 by 4 whole power 10 minus 6 4. ഇതാണ് ആൻസർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്താണ് ചെയ്യിപ്പിച്ചെങ്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഓർത്തിരിക്കാൻ, അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു ഇതായിട്ട് തോന്നുന്നതേ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് getting r times in favor out of n times. Probability of getting r times in favor out of n times. കഴിഞ്ഞ പ്രോബ്ലം എടുത്തേ, അതിൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ലായിരുന്നോ? Probability of hitting 6 times out of 10 times. Probability of hitting 6 times out of 10 times. അതിന് മുമ്പത്തെ ഒരു പ്രോബ്ലം എടുത്തേ, probability of winning 3 times out of 5 times. അങ്ങനെ ഉണ്ടാകും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. Probability of hitting r times in favor out of n times. P equal to NCR P power r Q power n minus r. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലായ നല്ല ഡയറക്റ്റ് ഇക്വേഷൻ ആണ് NCR P power r Q power n minus r. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ടിഫറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടിഫറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം, കാരണം ടിഫറിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് CSIR ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എ റാൻഡം നമ്പർ ജനറേറ്റർ outputs +1 or -1 with equal probability
every time it is run. After it is run 6 times, a random number generator outputs +1 or -1 with the equal probability every time it is run. After it is run 6 times, what is the probability that sum of the answers generated is 0? Assume that the individual runs are independent of each other. Assumes that the individual runs are independent of each other. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വരാം. ഓപ്ഷൻ എ 1/2, ഓപ്ഷൻ ബി 5/6, ഓപ്ഷൻ സി 5/16, ഓപ്ഷൻ ഡി 15/32. ഈ ഇക്വേറ്റീവ് പ്രോബ്ലം വായിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യും? റാൻഡം നമ്പർ ജനറേറ്റ് ഔട്ട്പുട്ട് +1 or -1 with equal probabilities. ഒരു കാര്യം പറയുന്നുണ്ട്, 6 തവണ ഇത് റൺ ചെയ്തു. 6 തവണ റൺ ചെയ്തിട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആൻസർ 0 കിട്ടണം. 6 തവണ റൺ ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൂട്ടി ആൻസർ 0 കിട്ടണം. അങ്ങനെ ആൻസർ 0 കിട്ടണമെങ്കിൽ 3 തവണ +1ഉം 3 തവണ -1ഉം കിട്ടിയാലേ സാധിക്കൂ. കാരണം 6 തവണ റൺ ചെയ്തു, ആൻസർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. 3 തവണ +1 കിട്ടണം, 3 തവണ -1 കിട്ടണം. അതായത് ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. പ്രോബബിലിറ്റി ഓഫ് getting 3 times in favor out of 6 times. ഇവിടെ ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലേ പ്രോബ്ലം ചെയ്യാനേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതെന്ന് തിരിച്ചറിയാൻ നല്ല പാടാണ്. 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, അത് ടോട്ടൽ 0 ആകാനുള്ള പ്രോബിലിറ്റി എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. വേറെ വഴിയൊന്നുമില്ല തിരിച്ചറിയാൻ. അപ്പം അങ്ങനെ 0 ആവണമെങ്കിൽ 3 തവണ +1 കിട്ടണം, 3 തവണ -1 കിട്ടണം. അതിന് നമുക്ക് ഇങ്ങനെ പറയാം, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 times in favor out of 6 times. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് രണ്ടിനും ഈക്വൽ പ്രോബിലിറ്റി ആണ്. ഇവിടെ ഈക്വൽ പ്രോബിലിറ്റി ആണെങ്കിലേ ആകെ 2 റിസൾട്ടേ ഉള്ളൂ. അതിന് രണ്ടിനും ഈക്വൽ പ്രോബിലിറ്റി ആണെങ്കിൽ ഓരോന്നിന്റെയും റിസൾട്ട് 1/2 ആയിരിക്കും. ഓക്കെ, then probability equal to 6C3. നമ്മൾ +1 കിട്ടാനുള്ള പ്രോബബിലിറ്റിനെ ഫേവറബിൾ എന്ന് വിളിച്ചു. then P equal to 1/2.
Q equal to 1 minus 1 by 2, which is equal to 1 by 2. 6C3 1 by 2 whole power 3 in favor into 1 by 2 whole power 3, which is equal to 6C3 1 by 2 whole power 6. പ്രോബ്ലത്തിൽ അവർ ഇത് സോൾവ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. 6 ഫാക്ടോറിയൽ 6 into 5 into 4 divided by 3 into 2 into 1 by 64. Twenty by 64 വരും equal to 4 ഇവിടെ കിട്ടിയാൽ ഒരു തവണ 24 6 തവണ, then which is equal to 5 by 16 ആൻസർ കിട്ടും. 5 by 16. by 16 ആൻസർ കിട്ടും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാസിത്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതില് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കലാട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്. അത് മനസ്സിലായാൽ പിന്നെ പ്രോബ്ലം എളുപ്പം. ഓക്കെ, മാഹിർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. അടുത്തത് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ആ ലാസ്റ്റ് പ്രോബ്ലം ഒന്നുകൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. അതിനകത്ത് അവര് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, സാധാരണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആർ ടൈംസ് ഇൻ ഫേവർ ഔട്ട് ഓഫ് എൻ അങ്ങനെ ഒരു പോയിന്റ് വരും. ബട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. പ്രോബ്ലം ശ്രദ്ധിക്കുക, കാരണം ടിഫറിന്റെ പ്രോബ്ലം ആണ്. ടിഫറിന്റെ പ്രോബ്ലം CSIR റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ടിഫറിന്റെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും, ബട്ട് നമ്മൾ എന്തോ ഒന്ന് ആലോചിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ടിഫറിന്റെ പ്രോബ്ലം അങ്ങനത്തെ പ്രോബ്ലം എന്തോ ഒന്ന് നമ്മൾ ആലോചിച്ചെടുക്കണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ സിമ്പിളും ആയിരിക്കും. ഇവിടെ 6 ടൈംസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഫേവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് കണ്ടെത്തുക. ഈ പോയിന്റിൽ നിന്നാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടോട്ടൽ സം ഈക്വൽ ടു 0. അങ്ങനെ സം ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ ആ 6 ടൈമിൽ 3 എണ്ണം +1ഉം 3 എണ്ണം -1ഉം കിട്ടണം. ദെൻ ഇങ്ങനെ അങ്ങനെ ഒരു ചാൻസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെഴുതി? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ടൈംസ് ഇൻ ഫേവർ ഔട്ട് ഓഫ് 6. പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ. Poisson distribution. Poisson distribution. Conditions. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. n ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കില്ല. രണ്ടാമത്തെ കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് വെരി സ്മോൾ. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഇൻ ഫേവർ നമ്മൾ P ആണ് പറയാവുക. P ടെൻഡ്സ് ടു 0. മൂന്നാമത്തെ ഒരു n ഇൻഫിനിറ്റിയിലേക്ക് പോകും, അതായത് വലിയൊരു വാല്യൂ ആയിരിക്കും.
പി സീറോയിലേക്ക് പോകും. NP ഷുഡ് ബി ഫൈനൈറ്റ്. NP ഷുഡ് ബി ഫൈനൈറ്റ്. ഇതാണ് കണ്ടീഷൻ. NP ഷുഡ് ബി ഫൈനൈറ്റ്. Then നമുക്ക് പ്രോബബിലിറ്റി പറയാം. ലെറ്റ് an experiment is repeated n times. n tends to infinity ആണ്, n times. Then probability of getting A R times is. Then probability of getting A R times is. P of R equal to e raised to minus m power R by R factorial. P of R equal to e raised to minus m power R by R factorial. എക്സ്പെരിമെന്റ് റിപ്പീറ്റഡ് m ടൈംസ് n തന്നെയാ. m എന്ന് പറഞ്ഞാൽ മീൻ ആണ്. m മീൻ. which is equal to mu എന്ന് കിട്ടോ. നമ്മള് ഇതിനു മുമ്പ് മീൻ പറഞ്ഞൊക്കെ മ്യൂ ആണ്. ഇവിടെ എം മീൻ തന്നെയാണ്. ഒരു മിനിറ്റ് നിങ്ങൾ എം എന്ന് ഇടണ്ട, ഇ റേസ് ടു മൈനസ് മ്യൂ എന്ന് ഇട്ടോ, അല്ലെങ്കിൽ എന്ത് വേണേലും ഇട്ടോ. നമ്മൾ ഇതിനു മുമ്പ് മീനിന് പറഞ്ഞ സിമ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. ആ മ്യൂ തന്നെയാണ് എം. ഇ റേസ് ടു മൈനസ് നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതിക്കോ. അത് പ്രോബബിലിറ്റി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മ്യൂ പവർ ആർ ബൈ ആർ ഫാക്ടോറിയൽ. മ്യൂ ഈക്വൽ ടു എം ഈക്വൽ ടു മീൻ. രണ്ടും സെയിം ആണ്. ഞാൻ പുസ്തകത്തില് എമ്മിന്റെ ടേംസിലാണ് എഴുതിയേക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. മീൻ ആണ് മീൻ വാല്യൂ. ഇ റേസ് ടു മൈനസ് മ്യൂ പവർ ആർ ബൈ ആർ ഫാക്ടോറിയൽ. രണ്ടും സെയിം ആണ്. ഓക്കെ. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് NP ആയിരുന്നു. പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിലും മീൻ എന്ന് പറയുന്നത് NP ആണ്. ബൈനോമിയലിലെ മീനും പോയിസൺസിലെ മീനും NP ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിലെ വേരിയൻസ് വരുന്നുണ്ട്. അത് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിലെ വേരിയസ് എന്ന് പറയുന്നതും NP ആണ്. പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസും സെയിം ആണ്. ഇൻ പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ
mean and variance are same. Okay, standard deviation equal to root sigma square equal to root np. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ഫോർമുല ഏതെങ്കിലും ഫോർമുല പഠിക്കുക. എം അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് മീൻ ആണെന്ന് ഓർത്തിരിക്കുക. പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ പി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മ്യൂ മ്യൂ പവർ ആർ ബൈ ആർ ഫാക്ടോറിയൽ. ഈ ഇക്വേഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും സെയിം ആണ്. എം എന്ന് പറയുന്നത് മീൻ ആണ്. നമ്മൾ സാധാരണ മീനെ റെപ്രസെന്റ് ചെയ്യുക മ്യൂ എന്നാണ്. ഇവര് പുസ്തകത്തിൽ അവര് മീന് എം ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ എഴുതിയത്. രണ്ടും സെയിം ആണ്. ഇ റേസ് ടു മൈനസ് മ്യൂ മ്യൂ പവർ ആർ ബൈ ആർ ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എം എം പവർ ആർ ബൈ ആർ ഫാക്ടോറിയൽ. രണ്ടും മീൻ ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എൻ പി. ബൈനോമിയലിലും മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എൻ പി ആയിരുന്നു. പിന്നെ പോയിസൺസ് ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസും സെയിം ആയിരിക്കും. എൻ പി തന്നെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എൻ പി. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Okay. Then first question: if the probability of unfavorable reaction from an injection is 0.001, what is the probability that out of 2000 times out of 2000 individuals, two persons are affected. Out of 2000 individuals, two persons are affected.
അതായത് ഒരു ഇഞ്ചക്ഷനിൽ അതിൽ അൺഫേവറബിൾ റിയാക്ഷൻ കാണിക്കാനുള്ള പ്രോബിലിറ്റി 0.001. 2000 ഇൻഡിവിജ്വൽസ് റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് രണ്ടുപേരിൽ അഫക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ n നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റഡ് 2000 അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കുത്തിവെച്ച എത്ര ഇൻഡിവിജ്വൽസ് കുത്തിവെച്ചു അതാണ് n നമ്പർ ഓഫ് ടൈംസ് 2000. ഇവിടെ അവരെന്താ ചോദിച്ചേക്കുന്നത്? രണ്ടുപേർക്ക് അഫക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അതായത് രണ്ടുപേർക്ക് ഇൻ ഫേവർ r ഈക്വൽ ടു 2. പ്രോബബിലിറ്റി ഇൻ ഫേവർ എന്ന് പറയുന്നത് p. അതായത് ഇവിടെ നമ്മൾ ഇൻ ഫേവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അഫക്ട് ചെയ്യുക എന്നതാണ്. ദെൻ പ്രോബബിലിറ്റി ഇൻ ഫേവർ എന്ന് പറയുന്നത് അഫക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി അൺഫേവർ. ഓക്കെ, അത് 0.01 ആണ്. 0.001. ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഈ 2000 ഇൻഡിവിജ്വൽസിൽ ഇത് കുത്തിവെക്കുന്നുണ്ട്. ദെൻ നമ്പർ ഓഫ് ടൈംസ്, നമ്പർ ഓഫ് ട്രയൽസ് എന്നുള്ളത് 2000 ആണ്. ആ 2000-ൽ രണ്ടുപേർക്ക് അഫക്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ r എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ r എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തത്? അതായത് n ടൈംസിൽ r ടൈംസ് എന്നാണ്. r ടൈംസ് ഇൻ ഫേവർ. ആ r ആണ്, അതാണ് r. ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2000 പേരിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. അതിൽ ആ ഇഞ്ചക്ഷൻ അൺഫേവർ ആയി മാറാനുള്ളത്, അതായത് ആ ഇഞ്ചക്ഷൻ തിരിച്ചടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.001 ആണ്. എത്ര പേർക്ക് തിരിച്ചടിച്ചു? 2 പേർക്ക് തിരിച്ചടിച്ചു. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് r ഫ്രം n ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഈ കേസിൽ n വളരെ വലുതും p വളരെ ചെറുതുമാണ്. ഇത് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസൺസ് ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടീഷൻ എന്തായിരുന്നു? n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുത്, p ടെൻസ് ടു 0 വളരെ ചെറുത്. ഇതായിരുന്നു പോയിസൺസ് ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടീഷൻ. ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. ദെൻ p ഓഫ് ഗെറ്റിംഗ് r ടൈംസ് ഔട്ട് ഓഫ് n എന്ന് പറയുന്നത് e റൈസ് ടു മൈനസ് mu പവർ r ബൈ r ഫാക്ടോറിയൽ ആണ്. ഈ mu എന്ന് പറയുന്നത് മീൻ ആണ്. മീൻ ഈക്വൽ ടു np ആണ്. ഇവിടെ np എത്രയാ? 2000 into 0.001 which is equal to 2 എന്ന് കിട്ടും. Then distribution, Poisson's distribution p equal to e raised to minus 2 power 2 divided by 2 factorial. ഇതാണ് Poisson's distribution. p equal to e raised to minus 2 power 2 divided by 2 factorial which is equal to 2 e raised to minus 2 എന്ന് കിട്ടും. അതാണ് ആൻസർ. ക്ലിയർ ആണോ? പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇനി ഒന്നുകൂടെ ക്ലിയർ ആയില്ലേ ഒന്നുകൂടെ പറയാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 2000 ടൈംസ് ഒരു ഇഞ്ചക്ഷൻ നടത്തുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ ആളുകൾ മോശമാവാനുള്ള പ്രോബബിലിറ്റി 0.001 ആണ്. ആ ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ അഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ദെൻ അവർ ചോദിച്ചിരിക്കുന്നത് 2 പേർക്ക് അഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്. അതായത് 2 പേരിൽ അത് തെറ്റായ രീതിയിൽ കുത്തിവെക്കാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ കുത്തിവെച്ചത് 2 പേരിൽ അഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ ഇത് n ആണ്. നമുക്ക് 2 പേരിൽ അഫക്ട് ചെയ്യണം. ഇവിടെ അഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി p ആണെന്നാണ് അവർ കാണിച്ചേക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഇൻ ഫേവർ
നിങ്ങൾ ഇവിടെ അൺഫേവറബിൾ റിയാക്ഷൻ അത് നോക്കരുത്. അതായത് അവിടെ റിയാക്ഷൻ അൺഫേവറബിൾ ആയി വരാനുള്ള പ്രോബിലിറ്റി ആണ് 0.001. നമുക്ക് രണ്ടുപേരിൽ അത് റിയാക്ഷൻ അങ്ങനെ വരണം, അതിന് വേണ്ട പ്രോബിലിറ്റി ആണ് കണ്ടെത്തേണ്ടത്. രണ്ടുപേരിൽ ആ റിയാക്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റി ആണ് കണ്ടെത്തേണ്ടത്. ദെൻ P ഈക്വൽ ടു 0.001. ദെൻ ഇതാണ് നമ്മുടെ ഫേവറബിൾ, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി കണ്ടെത്തുമ്പോൾ ഉള്ള ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ സക്സസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, സക്സസ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.001 ആണ്. Then P equal to e raised to minus mu power r by r factorial. Mu എന്ന് പറയുന്നത് മീൻ ആണ്, NP. ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 2000 പേരിൽ 2 പേർക്ക് അഫക്ട് ചെയ്യണം. ഈ തന്നിരിക്കുന്നത് അഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്. അഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. Ten percent of the tools produced in a manufacturing process are found to be defective. Find the probability of in a sample contains 100 tools. Find the probability of a sample contains 100 tools. Exactly 2 are defective. %% of tools produced in a manufacturing process are found to be defective. Find the probability of out of 100 tools, exactly 2 are defective. Find the probability that find the probability that in a sample contains 100 tools, exactly 2 are defective. Find the probability. Okay, അതാണ് ചോദ്യം. ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ നമ്പർ ഓഫ് ടൈംസ് ആണ്, അത് 100 ആണ്. അതിൽ 100ൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. 100ൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് R എന്ന് പറയുന്നത് 2 ആണ്. P എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഫേവർ. നമ്മളിവിടെ ഫേവർ എന്ന് കൺസിഡർ ചെയ്തേക്കുന്നത് ഡിഫക്റ്റീവ് ആവുക എന്നതാണ്. P എന്ന് പറയുന്നത് ഫേവർ ആക്കുകളാണ്. അവര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10% എന്താണ്
ഡിഫക്റ്റീവ് ആണ്. ദെൻ അവിടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 10/100 ആണ്, 10%, which is equal to 0.1. Then Poisson's distribution P equal to e raised to minus mu power r by r factorial. Mu എന്ന് പറയുന്നത് മീൻ ആണ്. മീൻ എത്രയാ? NP 100 into 0.1, which is equal to 10 കിട്ടും. Then Poisson's distribution P equal to e raised to minus 10 power 2 divided by 2 factorial. ഓക്കെ, ഇത് മതി. ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ബാസ്യത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.